ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് സിമ്പിളായി ചെയ്യാൻ പറ്റുന്നൊരു പൊട്ടാറ്റോ ബാജിയുടെ റെസിപ്പിയാണ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് ഷെയർ ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു മീഡിയം സൈസിലുള്ള 6 പൊട്ടാറ്റോ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. നന്നായി വേവിച്ചെടുക്കണം കേട്ടോ. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രം ചൂടാകുമ്പോൾ അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലോട്ട് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. പിന്നെ ഞാനിതിലോട്ട് ഉഴുന്ന പരിപ്പ്, ഉലുവ അങ്ങനെയുള്ളതൊന്നും ചേർക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇനി ഇതിലോട്ട് വലിയ 3 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറിയ സവാള ആണെങ്കിൽ 4 എണ്ണം എടുക്കാം. വലിയ സവാള ആണെങ്കിൽ 3 എണ്ണം മതി. പിന്നെ ഒരു 4 പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ. അങ്ങനെ ബ്രൗൺ കളറാകാനൊന്നും നിൽക്കണ്ട. ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്കിതിലോട്ട് വേവിച്ച പൊട്ടാറ്റോ ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ലോണം മാഷ് ചെയ്തെടുക്കണ്ട കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഒരു പൊട്ടാറ്റോ ഒരു 4-5 പീസ് ആകുന്ന രീതിയിലൊന്ന് ആക്കിയെടുത്താൽ മതി. പേസ്റ്റ് പരുവത്തിലാക്കിയൊന്നും എടുക്കണ്ട കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി ഇതിലോട്ട് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ വെള്ളം പിന്നീട് വറ്റി കിട്ടും കേട്ടോ. നമ്മൾ കുറച്ച് നേരം മിക്സ് ആക്കി എടുക്കുമ്പോൾ തന്നെ വെള്ളം വറ്റി കിട്ടും. ഇനി ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ പൊട്ടാറ്റോ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഈ ഒരു പൊട്ടാറ്റോ, സവാള, നമ്മൾ ചേർത്ത മഞ്ഞൾപ്പൊടി അതൊക്കെ എല്ലാം കൂടെ നന്നായിട്ട് ഈ പൊട്ടാറ്റോയിലൊന്ന് പിടിക്കണം. നന്നായിട്ടൊന്ന് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചേർത്ത വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അതുപോലെ പൊട്ടാറ്റോയിലോട്ട് എല്ലാം പിടിച്ചിട്ടുമുണ്ട്. നല്ലോണം ഡ്രൈ ആയിട്ടല്ല കേട്ടോ, ഒരു കുഴഞ്ഞ പരുവത്തിലാണിത് വേണ്ടത്. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ചപ്പാത്തി, പൂരി ഒക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് ഷെയർ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.